ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സുഖമല്ലേ? രാവിലെ തന്നെ ചത്തിൽ കയറി വന്നതാണ് കേട്ടോ. നമ്മുടെ ചെടികളൊക്കെ ഒന്ന് നോക്കാനായിട്ട് വന്നതാണ്. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമ്മൾ നോക്കി വെച്ചിരുന്നൊരു കാര്യമാണ് കേട്ടോ. ഇതുണ്ടോ, നമ്മുടെ പേരയ്ക്ക നന്നായിട്ട് മൂത്തിട്ടുണ്ട്, പഴുത്തു തുടങ്ങി. അപ്പം അത് നല്ല റെഡിയായി. ഇത് ഇട്ടത് കേട്ടോ. അപ്പം നമുക്കിതൊന്ന് പറിക്കാം. പിള്ളേർ സ്കൂളിൽ പോയേക്കുവാണേ. എന്നാലും നമുക്കിത് പറിച്ചിട്ട് കണ്ട, നമ്മുടെ ഈ വർഷത്തെ ആദ്യത്തെ പേരയ്ക്ക. ഇതാ അടുത്ത ഒരെണ്ണം കൂടെ ഉണ്ട് കേട്ടോ. ഈ പേര നിറച്ചും കായ ഉണ്ടായതാണേ. അപ്പം നമുക്ക് വീണ്ടും ഇതിൻ്റെ കുറച്ചുകൂടെ നമുക്ക് നന്നായിട്ട് സംരക്ഷിക്കണം. അപ്പോൾ വീണ്ടും കായ ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിൽ നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം അല്ലേ. അപ്പോൾ നമുക്കിതൊന്ന് മുറിച്ച് വെക്കാം അല്ലേ. നമുക്ക് വീട്ടിൽ പോയിട്ട് ഇതൊന്ന് മുറിച്ച് വെക്കാം. ഓക്കെ, ഇതാണ് കേട്ടോ നമ്മുടെ പേരക്കയുടെ അകംഭാഗം. നോക്കിയേ, നല്ല വെള്ള കളറാണ്. പക്ഷേ ഇവിടെ എനിക്കൊന്ന് മഴക്കാലം ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു പേരയ്ക്ക നമ്മൾ പറിച്ചു കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഒരു സൈഡിൽ ചെറുതായിട്ട് കേടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഭാഗം കളഞ്ഞിട്ടാണ് നമ്മൾ ബാക്കി എടുത്തേക്കുന്നത്. എങ്കിലും നമ്മുടെ പേരയിൽ ഈ വർഷം ആദ്യമായിട്ടുണ്ടായ പേരയ്ക്കയല്ലേ. അപ്പം അത് നമുക്ക് അങ്ങ് മുഴുവനായിട്ട് കളയാൻ മനസ്സ് തോന്നിയില്ല. അപ്പം അതുകൊണ്ട് ഇതിൻ്റെ ഒരു ഭാഗം നമ്മളെടുത്തു, ഒരു ഭാഗം നമ്മുടെ തൊട്ടടുത്തുള്ള നമ്മുടെ ഒരു മലയാളി ഫാമിലി ഉണ്ട്, അവർക്കും കൊടുത്തു. പിന്നെ ഇത് 4ആയിട്ട് വിഭജിച്ച് ഞങ്ങൾ 4 പേരും കഴിക്കും. ചെറിയൊരു പേരയ്ക്കയാണ്, പക്ഷേ എങ്കിലും നമുക്ക് നമ്മുടെ തോട്ടത്തിൽ തന്നെ ഉണ്ടാവുന്നതാകുമ്പം അതിൻ്റെതായിട്ടുള്ളൊരു സന്തോഷമുണ്ടല്ലോ. അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ പേരയിലൊക്കെ നിറച്ചും പേരയ്ക്ക ഉണ്ടാകുന്ന ആൾക്കാരൊക്കെ ഈ ഒരു വീഡിയോ കാണുമ്പോൾ ഇരുന്ന് ചിരിക്കുന്നുണ്ടാവും. എങ്കിലും ഇത് നമ്മളെ സംബന്ധിച്ച് വലിയൊരു വിജയമാണ്. നമ്മൾ ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ ഒട്ടും വിഷമില്ലാത്ത, അതുപോലെ ജൈവ കീടനാശിനികളും ജൈവ വളങ്ങളും ഉപയോഗിച്ചുണ്ടാക്കിയെടുക്കുന്ന കൃഷി രീതിയിൽ നമ്മൾ ചെയ്തെടുക്കുന്ന കാര്യങ്ങളിലൂടെ നമുക്ക് കിട്ടുന്ന ഫലം നമ്മളെ സംബന്ധിച്ച് വലിയൊരു കാര്യമാണ്. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു വീഡിയോയുമായി കാണാം. അതുവരേക്കും താങ്ക് യു സോ മച്ച്.